ഒരു പ്രവാചകൻ നമ്മളോട് പ്രവചിക്കുന്നത് ഒരു സീഡ് വീഴുന്നത് പോലെയാണ്. അത് വളരണമോ വേണ്ടയോ, പുറത്തു വരണമോ വേണ്ടയോ, അത് നിങ്ങളുടെ തീരുമാനമാണ്. ഹല്ലേലൂയ. ഒരു ഡോക്ടർ നമ്മളോട് പറയാണ്, ഒരു സീഡ് വീണിട്ടുണ്ട്, ഒരു കുഞ്ഞ് വീണിട്ടുണ്ട്, അതിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം മുതൽ ആ സ്ത്രീയുടെ നടപ്പിന്റെ ശൈലി മാറും. കഴിഞ്ഞ ദിവസം വരെ ഇവിടെ നിന്ന് താഴോട്ട് ഓടി സ്റ്റെപ്പ് ഇറങ്ങിപ്പോയ ലേഡിയാണ്, പക്ഷെ അടുത്ത ദിവസം മുതൽ പതുക്കെ ഇറങ്ങുന്നുള്ളൂ. അപ്പൊ ചോദിക്കും, ഇന്നലെ അങ്ങനെ അല്ലായിരുന്നല്ലോ, ഓടി ഇറങ്ങിപ്പോയതാണല്ലോ, ഇന്നെന്താ പതിയെ പോകുന്നേ? എന്റെ അകത്തൊരു കാര്യം വീണിട്ടുണ്ട്, അത് വളരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അകത്തു വീണ പ്രവചന ശബ്ദങ്ങൾ, നമ്മുടെ അകത്തു വീണ ആത്മനിയോഗങ്ങൾ, അത് എന്റെ അകത്ത് വീണു എന്ന് ബോധ്യം കിട്ടിയ അന്നു തൊട്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ 5 മാറ്റങ്ങൾ, അത് ദൈവം ചോദിച്ചാൽ 5 മാറ്റം പറയാനുണ്ടോ നമ്മുടെ? നമ്മൾ പലപ്പോഴും അതിന് തയ്യാറല്ല. ഒരു കുഞ്ഞ് ജനിക്കപ്പെട്ടാൽ പിന്നെ ആ വ്യക്തിയുടെ നടപ്പ് മാറും, ഇരിപ്പ് മാറും, എല്ലാ ശൈലിയും മാറും, ഫുഡ് മാറും, എല്ലാം ചേഞ്ച് ആവും. നിങ്ങൾ ചോദിക്കുക, എന്തിനാ ഇത്രയും ചേഞ്ചസ് ഉണ്ടാക്കി? ഒരു കാര്യം വീണിട്ടുണ്ട്, അത് വളർത്തേണ്ടത് ഞാനാണ്. അതിന്റെ പൂർണ്ണതയിൽ അത് വളരേണ്ടത് എന്റെ കടമയാണ്. അത് പൂർണ്ണതയിൽ വളരുമ്പോൾ നീ ആഗ്രഹിച്ചില്ലെങ്കിലും അത് പുറത്തു വരും.